ജലത്തിലെ ആൽക്കലിനിറ്റി അഥവാ ക്ഷാരത എന്ന ഒരു പ്രത്യേകത നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ പൊതുവേ ജലത്തിൽ ആൽക്കലിനിറ്റി സാധാരണയായിട്ട് തന്നെയാണ് കാണാറ്. ഒട്ടും അമിതമായിട്ട് വരാറില്ല. എങ്കിൽ കൂടി അത് നമ്മുടെ ജലത്തിലെ ബൈകാർബണേറ്റ്സിൻ്റെ സാന്നിധ്യമാണ് ആൽക്കലിനിറ്റിയെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ജലത്തിൽ സാധാരണ നമ്മളിപ്പം നല്ല അമ്ലത്വമുള്ള ജലമാണെങ്കിൽ അതിന് ചെറിയൊരു പുളിരസം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ക്ഷാരത അല്ലെങ്കിൽ ആൽക്കലൈനായിട്ടുള്ള ജലത്തിൻ്റെ സ്വഭാവം ഒരല്പം കാരരസം ഉള്ളതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ധാതു ലവണങ്ങളുടെ സാന്നിധ്യം ആൽക്കലിനിറ്റി ഉള്ള ജലത്തിൽ ധാരാളമായിട്ട് കാണാറുമുണ്ട്. ജലത്തിലെ ആൽക്കലിനിറ്റി ഒരു ലളിതമായ ടെസ്റ്റ് വഴി നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആൽക്കലിനിറ്റി എന്ന വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. ഈ കിറ്റിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി TA1, TA2 എന്ന് പറയുന്ന 2 റിയേജൻറ്റുകളും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റിംഗ് ബോട്ടിൽ, ഒരു മെഷറിംഗ് സിലിണ്ടർ, ഒരു ഡ്രോപ്പർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപായി ആദ്യം ടെസ്റ്റിംഗ് ബോട്ടിൽ, മെഷറിംഗ് സിലിണ്ടർ, ഡ്രോപ്പർ എന്നിവ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ നന്നായി കുലുക്കിയതിന് ശേഷം സാമ്പിൾ ഉപയോഗിച്ച് ഇവ മൂന്നും റിൻസ് ചെയ്യുക. ആദ്യം ടെസ്റ്റിംഗ് ബോട്ടിൽ സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. മെഷറിംഗ് സിലിണ്ടർ റിൻസ് ചെയ്യുക. ഡ്രോപ്പർ റിൻസ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യുന്നതിനായി 25 ml സാമ്പിളാണ് ആവശ്യം. മെഷറിംഗ് സിലിണ്ടറിൽ 25 ml മെഷർ ചെയ്ത് എടുക്കുക. സാമ്പിൾ മെഷർ ചെയ്ത് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുഴിയുള്ള ഭാഗം മെഷറിംഗ് സിലിണ്ടറിലെ 25 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൻ്റെ അതേ ലെവലിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സാമ്പിൾ ടെസ്റ്റിംഗ് ബോട്ടിലേക്ക് ഒഴിക്കുക. ആദ്യമായി ആഡ് ചെയ്യേണ്ടത് TA2 എന്ന് പറയുന്ന റിയേജൻ്റ് ആണ്. ആ ബോട്ടിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 5 തുള്ളി ടെസ്റ്റിംഗ് ബോട്ടിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ സാമ്പിളിന് ഒരു മഞ്ഞ കളർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി TA1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന റിയേജൻ്റ് ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിൽ ഉള്ള റിയേജൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഡ്രോപ്പർ റിൻസ് ചെയ്യണം. അതിനു മുമ്പായി ഡ്രോപ്പർ ഒന്നുകൂടി ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കുക. TA1 എന്ന് പറയുന്ന റിയേജൻ്റ് ഉപയോഗിച്ച് ഡ്രോപ്പർ റിൻസ് ചെയ്യുക. ഓരോ തുള്ളിയായി ഡ്രോപ്പറിലുള്ള TA1 എന്ന് പറയുന്ന റിയേജൻറ്റ് ടെസ്റ്റിംഗ് ബോട്ടിലേക്ക് ഒഴിക്കുക. ഓരോ തുള്ളി ഒഴിച്ചതിന് ശേഷവും നന്നായി മിക്സ് ചെയ്യുക. ഈ മഞ്ഞ കളർ മാറി ഒരു ഓറഞ്ച് കളർ കിട്ടുന്നത് വരെ തുടരേണ്ടതാണ്. ഇതാണ് ഓറഞ്ച് കളർ. ആദ്യം TA2 എന്ന് പറയുന്ന റിയേജൻ്റ് ഒഴിച്ചപ്പോൾ ഉണ്ടായ മഞ്ഞ കളർ മാറി
TA1 ഉപയോഗിച്ച് ഈ ഓറഞ്ച് കളർ കിട്ടുന്നത് വരെയാണ് ടൈട്രേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ എത്ര തുള്ളിയാണ് TA1 കളർ മാറ്റം വരുത്തുന്നതിനായി നമുക്ക് ആവശ്യം വരുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. ആ തുള്ളികളുടെ എണ്ണം ഗുണം 5 ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സാമ്പിളിലെ ആൽക്കലിനിറ്റിയുടെ വാല്യൂ ഇൻ മില്ലിഗ്രാംസ് പെർ ലിറ്ററിൽ കിട്ടുക. ജലത്തിലെ ആൽക്കലിനിറ്റിയുടെ അഭികാമ്യ പരിധിയായി പറയുന്നത് 200 മില്ലിഗ്രാം 1 ലിറ്റർ ജലത്തിൽ എന്ന തോതിലാണ്. ഇതിൽ കൂടുതൽ ആൽക്കലിനിറ്റി ഉള്ള ജലാശയങ്ങൾ, പ്രധാനമായും കിണറുകളിൽ ആൽക്കലിനിറ്റി കുറയ്ക്കുന്നതിനായി ആലം അഥവാ അലുമിനിയം സൾഫേറ്റ് 1 റിങ് വെള്ളത്തിന് 100 ഗ്രാം എന്ന കണക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ കിണറുകളിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നതും മഴവെള്ള സംഭരണം നടത്തുന്നതും ആൽക്കലിനിറ്റി കുറയ്ക്കാൻ സഹായിക്കും.